ഉറക്കത്തിൽ ഭയപ്പെട്ട് ഉണർന്ന് കരയുന്ന അലറിക്കരയുന്നവരുണ്ട്. ചിലർ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ചുറ്റുമൊക്കെ ഇങ്ങനെ ഒന്ന് ഭയത്തോടെ നോക്കി പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല എന്ന രീതിയിൽ ആരും അറിയാതെ ചുരുണ്ടുകൂടി കിടക്കുന്നവരുണ്ട്. ശരിക്കും ഉറക്കത്തിൽ ഭയത്തിൻ്റെ കാരണം എന്താ? ഉറക്കത്തിൽ ഭയപ്പെടുന്ന കുട്ടികളുടെ കാരണം വേറെയും മുതിർന്നവരുടെ കാരണം വേറെയുമാണ്. ഉറക്കത്തിൽ പേടിച്ച് ഉണരുകയും കരയുകയും ചെയ്യുന്ന കുട്ടികളെ വാപ്പ ഉറക്കിയാൽ ഉണരൂല എന്നാണ്. അതായത് ഒരാഴ്ച 7 ദിവസം വാപ്പ കുട്ടികളെ കൊണ്ടുപോയി ഉറക്കുക. ഉറക്കത്തിൽ ഭയപ്പെട്ട് കരയുന്ന കുട്ടിനെ സുഖമായിട്ട് നല്ലൊരു സ്ഥലത്ത് കിടത്തിയിട്ട് തലയിലൂടെ ഇങ്ങനെ കൈകൊണ്ട് തലോടി കൊടുത്തിട്ട് ഉറക്കുക. 7 ദിവസം ഉറക്കിയാൽ പിന്നെ ആ കുട്ടി ഒരിക്കലും ഉറക്കത്തിൽ ഞെട്ടി ഉണരുകയോ നിലവിളിക്കുകയോ പേടിക്കുകയോ ചെയ്യില്ല. അതായത് വാപ്പയിൽ നിന്നാണ് കുട്ടികൾക്ക് ധൈര്യം ലഭ്യമാകേണ്ടത്. അപ്പോൾ വാപ്പ എടുക്കുന്നതിലൂടെ, വാപ്പ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതിലൂടെ, വാപ്പ കയ്യിൽ തലോടുന്നതിനനുസരിച്ച്, വാപ്പ തലയിലൂടെ തലോടുന്നതിനനുസരിച്ച് സ്നേഹം ഉമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് പകരുന്നതും ധൈര്യം വാപ്പയിൽ നിന്ന് കുട്ടിയിലേക്ക് പകരുന്നതുമാണ്. അപ്പോൾ കുട്ടികൾ ഉറക്കത്തിൽ ഞെട്ടി ഉണരുകയും നിലവിളിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം പിതാവിൻ്റെ അസാന്നിധ്യമാണ്. അസാന്നിധ്യം എന്ന് പറഞ്ഞാൽ മൂപ്പരപ്പുറത്ത് കൂർക്കം വലിച്ച് ഉറങ്ങിയിട്ട് കാര്യമില്ല. കുട്ടികളൊന്നിങ്ങനെ തലോടും കാര്യങ്ങളൊക്കെ വേണം, എന്നാലേ സാന്നിധ്യമുള്ളൂ. മറ്റേത് ഇവിടെ ഉണ്ടെങ്കിലും അസാന്നിധ്യമായിട്ടേ കണക്കാക്കുള്ളൂ. മുതിർന്നവർ ഉറക്കത്തിൽ ഭയപ്പെടുന്നതിന് നട്ടെല്ല് ചൂട് പിടിക്കുന്നത് കാരണമായിരിക്കാം. സ്ഥിരമായി മലർന്ന് കിടന്നുറങ്ങുന്നവർക്ക് അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാൻ കാരണമുണ്ട്. പിന്നെ കുറച്ച് മാനസികമായി ബലം കുറഞ്ഞ ആളുകൾ പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ, മരണരംഗങ്ങൾ, മരണപ്പെട്ട ആളുകൾ എന്നിവരൊക്കെ കാണുമ്പോൾ ഉറക്കത്തിൽ അത് മനസ്സിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ അത്തരം രംഗത്തു നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിലും മരണപ്പെട്ട ആളെ കാണുന്നത് പുണ്യമുള്ള കാര്യമല്ല. ഏറ്റവും അടുത്ത ആളാണെങ്കിൽ ജായിസാണ്, അനുവദിക്കപ്പെട്ടതാണ് എന്നേ ഉള്ളൂ. മരണപ്പെട്ട ആളുടെ മുഖത്തേക്ക് കൂടുതൽ നോക്കുന്നത് മറവി രോഗം ഉണ്ടാവാൻ കാരണമാണ്, അത് മയ്യത്തിലേക്ക് നോക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഭയത്തിൻ്റെ കാരണങ്ങൾ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുകയാണ് ശരിക്കും വേണ്ടത്. ഈ രാത്രിയെ പേടിയുള്ള ആളുകളുണ്ട്. രാത്രി ഒറ്റയ്ക്ക് ഉറങ്ങാൻ പേടി, അതിങ്ങനെ ഇനി ബെഡ്റൂമിലാണെങ്കിൽ ലൈറ്റ് കെടുത്താൻ പേടി, ലൈറ്റ് കെടുത്താൻ സമ്മതിക്കില്ല. അതിൻ്റെ കാരണം എന്താകും? ചെറുപ്പത്തിലെ ശീലമാണ് അതിൻ്റെ ഒരു കാരണം. പക്ഷേ അതിലൊരു കാര്യം പറയാനുള്ളത്, രാത്രി അങ്ങനെ ഒറ്റയ്ക്ക് ഉറങ്ങരുത്. അത് ഹദീസിൽ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ ഒറ്റയ്ക്ക് രാത്രി താമസിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഉറങ്ങരുത്. ഹോസ്റ്റലിലാണെങ്കിലും ഒരാളും കൂടി വേണം, വീട്ടിലാണെങ്കിൽ ഭാര്യ വേണം. ഇങ്ങനെ ഒറ്റയ്ക്ക് ഉറങ്ങുന്ന ശീലം നല്ലതല്ല. സംഗതി അത് ചെറുപ്പത്തിലുള്ള ശീലം കൊണ്ട് ഉണ്ടായിത്തീരുന്നതാണ്. ഇത് ഞാൻ ചിലപ്പോഴെങ്കിലും പറഞ്ഞിട്ടുള്ള ആദ്യം ചെറിയൊരു കയ്പൊക്കെ തോന്നും, പിന്നീട് അതിൻ്റെ മധുരം മനസ്സിലാകുന്നത് പ്രവൃത്തിപഥത്തിലേക്കൊക്കെ വരുമ്പോഴാണ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് പലരും എഴുതുന്നത്. സാന്ത്വനം കാണുന്ന നിമിഷത്തിൽ ചിലപ്പോഴെങ്കിലും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, സമൂഹത്തിൽ ഇതൊക്കെ നടക്കുമോ എന്ന് ചിന്തിച്ചാലും പിന്നീട് ഒന്നുകൂടി ആഴത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ നടക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സ് ഞങ്ങൾക്കുണ്ടാകുന്നു എന്നാണ് പലരും എഴുതുന്നത്. അൽഹംദുലില്ലാ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ വിലമതിക്കുന്നു. ഇനിയും ഇത്തരം വിഷയങ്ങൾ, ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങളൊക്കെ നിങ്ങൾ സാന്ത്വനത്തിലേക്ക് വാട്സാപ്പിലൂടെ ചെയ്യുമ്പോൾ, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സിനിമകൾ, ചില സീരിയലുകൾ, ചില പുസ്തകങ്ങളിലെ കഥകളൊക്കെ നമ്മുടെ കുട്ടികളെ, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ വരുന്ന ചില സംഭവങ്ങളൊക്കെ നമ്മുടെ കുട്ടികളെ ഭയത്തിലേക്ക് കൊണ്ടുപോകുന്ന സംഭവങ്ങളാണ്. എന്നാൽ ഈ ഭയമെന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ചിലപ്പോൾ ചില ആളുകളുണ്ട് എന്ത് കണ്ടാലും പേടിക്കാത്തവരുണ്ട്. ചിലത് ചെറിയ അനക്കം കേട്ടാലും ഞെട്ടിത്തെറിച്ചിട്ട് പേടിച്ചെറിച്ചു എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജനനം മുതൽ കൂടപ്പിറപ്പാണോ ഭയം, അതോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഉടലെടുക്കുന്നതാണോ? എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകം കണ്ട ഏറ്റവും ധൈര്യമുള്ള മനുഷ്യൻ എന്ന് പറയാം. നമ്മൾ ധൈര്യശാലികളെ പരിചയപ്പെടുത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്മാരെ പലരെയും പറയാറുണ്ട്. പ്രത്യേകിച്ച് സയ്യിദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ് ധൈര്യശാലികളുടെ ഉദാഹരണമായി പറയാറുള്ളത്. മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണോ പിന്നീട് വരുന്നതാണോ ഭയം എന്ന് ചോദിച്ചാൽ, ഭയത്തിൻ്റെ അടിസ്ഥാന കാരണം മാതാവിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ഉമ്മാക്കുണ്ടാകുന്ന ഭയം മാത്രമല്ല, ടെൻഷനുകൾ, സങ്കടങ്ങൾ, നേട്ടങ്ങൾ, കോട്ടങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം കുട്ടിയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ ഏറ്റവും ധൈര്യത്തോടു കൂടി ഇരിക്കേണ്ട സമയം ഗർഭിണിയാവുമ്പോഴാണ്. സാധാരണ സ്ത്രീകൾക്ക് തീരെ ധൈര്യമില്ലാതിരിക്കുന്നതും ഗർഭിണിയാകുന്ന സമയത്താണ്.
നമ്മുടെ നാട്ടിലെ പഴയ സംവിധാനങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ സ്ത്രീകൾക്ക് ധൈര്യം കൊടുക്കാൻ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ മുൻഗാമികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗർഭം ഇങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ച് മാതാപിതാക്കളുടെ സാന്നിധ്യം കൂടുതലായി കൊടുക്കുന്നു. പ്രായമായ ആളുകളുടെ സാന്നിധ്യം കൂടുതലായി കൊടുക്കുന്നു. പ്രസവത്തോട് അടുത്ത് വരുന്നതിനനുസരിച്ച് കൂടുതൽ പ്രസവിച്ച സ്ത്രീകളെ അടുത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മലബാർ ഏരിയയിലൊക്കെ 7 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 9 മാസമൊക്കെ ആയാൽ പ്രായമായ അമ്മായിമാർ വല്യമ്മമാരൊക്കെ പെണ്ണിനെ ഒന്ന് കാണാൻ വേണ്ടി പോകും. ധൈര്യം കൊടുക്കാനാണ് പോകുന്നത്. ഞാൻ 10 പ്രസവിച്ചതാണ്, 8 പ്രസവിച്ചതാണ്, ഒരു കുഴപ്പമില്ല, അരമണിക്കൂർ നേരത്തെ ചെറിയൊരു വേദനയും കാര്യങ്ങളേ ഉള്ളൂ, പിന്നെ എല്ലാം റാഹത്താവും, മോള് ധൈര്യത്തിലിരുന്നോ എന്ന് പറയാൻ വേണ്ടിയാണ് പോയിരുന്നത്. പക്ഷെ ഇന്ന് അത് എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ എവിടെങ്കിലും ഒരു ഓപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയലാക്കി. അപ്പുറത്തെ മൈമൂന പ്രസവിച്ച് സർജറിയാണ്, ഇപ്പുറം കുറേ അടങ്ങാറായിട്ടാണ് ഇപ്പുറത്തെ റംല പ്രസവിച്ചിട്ടുള്ളത്. ഇങ്ങനെ സന്തോഷമുള്ള ഒറ്റ പ്രസവത്തെക്കുറിച്ചും ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കൂല. വിഷമമുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് വേവലാതി ഉണ്ടാക്കുന്നു. ഈ വേവലാതി കുട്ടിയെയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ഇൻബോൺ നേച്ചർ ഉണ്ട്, എന്നാൽ ഇത് വളർത്തിക്കൊണ്ടുവരുന്നത് പിന്നീടാണ്. കുട്ടികളെ ഭയപ്പെടുത്തുന്നതിൽ നമുക്ക് ഒരു മടിയില്ല എന്നൊരു പ്രശ്നമുണ്ട്. ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കുട്ടികളെ ഭയപ്പെടുത്തും. അതൊരു തമാശയായി കണക്കാക്കി നമ്മൾ അതിൽ ആനന്ദിക്കും. അപ്പം സംഗതി ഇപ്പോൾ കുട്ടീനെ മേലക്കനെ ഇട്ടിട്ട് താഴെ വാപ്പ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ കുട്ടി ചിരിക്കും എന്നുള്ളത് ശരിയാണ്. പക്ഷെ കുട്ടീൻ്റെ ഉള്ളിൽ അതിലൊരു ഭയം രൂപപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ ഒരു നിലക്കും കുട്ടികളെ ഭയപ്പെടുത്താതെയാണ് നോക്കേണ്ടത്. ധൈര്യം കൂടുതൽ കൂട്ടി കൊടുക്കണം. അപ്പോൾ ഒരു നിലക്ക് പറയുമ്പോൾ ജന്മന ഉള്ളതാണ്, എന്നാൽ അതിൻ്റെ വളർച്ച ജനനത്തിന് ശേഷം നടക്കുന്നതാണ്. ഇപ്പോൾ അള്ളാഹുവിനെ നമുക്ക് പേടിയ അതോ ഇഷ്ട? എന്തുകൊണ്ടുണ്ടായതാണ്? ശരിക്കും അള്ളാഹുവിനെ ഇഷ്ടപ്പെടാണല്ലോ വേണ്ടിയിരുന്നത്, പക്ഷെ അള്ളാഹുവിനെ നമുക്ക് പേടിയായി. അതിൻ്റെ കാരണം ഉമ്മ ചെറുപ്പത്തിൽ സന്തോഷിപ്പിക്കുന്നതിന് പകരം നമ്മളെ അള്ളാഹിന്റെ പേര് പറഞ്ഞിട്ട് ഭയപ്പെടുത്തുകയാണ് ചെയ്തത്. അള്ളാഹ് തീരിടും അങ്ങനെ പറയാണ് ചെയ്തത്. അതിന് പകരം അള്ളാഹു സ്വർഗം തരും, അല്ലെങ്കിൽ അള്ളാഹു സന്തോഷത്തോടുകൂടെ നോക്കൂല നമ്മൾ അങ്ങനെയൊക്കെ ചെയ്താൽ. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അള്ളാഹു സന്തോഷത്തോടുകൂടെ നമ്മളെ നോക്കൂല എന്ന് പറഞ്ഞാൽ അള്ളാഹു സന്തോഷത്തോടുകൂടെ നോക്കുന്നവനാണ് എന്നൊരു ഫീലിംഗ്. അപ്പം ഇങ്ങനെ സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളാണ് പറയേണ്ടത്. അതിനുവേണ്ടി ഭയപ്പെടുത്തൽ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനെ കുറിച്ചാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞതുപോലെ പിതാവിനെ കുറിച്ചും മാതാവിനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും അമ്മാവിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ഇന്ന് നീ എൻ്റെ വാപ്പങ്ങളെ വരട്ടില്ല, നിന്നെ ശരിയാക്കി തരുമെന്ന് പറയുമ്പോൾ തന്നെ വാപ്പായെ കുറിച്ചുള്ളൊരു ഭയം, പിന്നെ ചോറ് തിന്നില്ലെങ്കിൽ കോക്കാച്ചി വരുമെന്നുള്ളൊരു ഭയപ്പെടുത്തില്ല. അങ്ങനെ എവിടെയും ചെറുപ്പം മുതലേ കുട്ടികളെ ഭയപ്പെടുത്തുകയും എന്നിട്ട് ഉമറിൻ്റെ ധൈര്യവും ധീരതയും ഉണ്ടാകണമെന്ന് പാട്ടുപാടുകയും ചെയ്യുന്ന ഉമ്മമാരാണ് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.